റൈറ്റ് വി അരുൺ വിവരങ്ങൾ നൽകിയത്. കനത്ത ഗതാഗത നിയന്ത്രണമുണ്ട് തലസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്. വിനോദ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയും ചെയ്തു. വിനോദ്, ഈ പറഞ്ഞത് വെച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂരിലെ ഒരു സാഹചര്യം തന്നെ പരിശോധിക്കേണ്ടതായിട്ട് വരുന്നു. ആരെല്ലാം പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും എന്നുള്ളത് തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് തലസ്ഥാനത്തെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് സംബന്ധിച്ച് ചിത്രം വ്യക്തമല്ലാത്തൊരു സാഹചര്യത്തിൽ റോഡ് ഷോ തൃശ്ശൂർ നടത്തുമ്പോൾ അതിനകത്ത് ഒപ്പം സുരേഷ് ഗോപി ഉണ്ടായിരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഏകദേശം തൃശ്ശൂരിലെ ചിത്രം വ്യക്തമാണ് എന്നുള്ളതിന് തക്കതായിട്ടുള്ള സൂചനകൾ തന്നെ അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് BJP പ്രവർത്തകർക്കും രാഷ്ട്രീയ കേരളത്തിനും നൽകിയിരുന്നു. അതുപോലെയുള്ള ഹിന്റുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തിൽ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ അത് ഉറ്റുനോക്കുന്നത് വേദിയിലേക്ക് തന്നെയാണ്. ആരെല്ലാം വേദി പങ്കിടും, ആ സമയത്ത് ആരെല്ലാം പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും എന്നുള്ളത് ഒക്കെയാണ് BJPയുടെ അണിയറ പ്രവർത്തകരടക്കം മുൻനിര നേതൃത്വമടക്കം ഇത് സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങൾ എന്താണ്? അപർണ, NDA ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന യാത്രയുടെ കേരള പദയാത്രയുടെ സമാപന സമ്മേളനം നടക്കുന്ന വേദിയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഈ വേദി ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 12 മണിയോടുകൂടി ഇവിടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. അദ്ദേഹം ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കാഹളം കൂടിയായി മാറുന്നതാണ് ഇന്നത്തെ ഈ പൊതുപരിപാടി. രാവിലെ അദ്ദേഹം 10 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തുക. അതിനുശേഷം VSSCയിലെ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്നാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുക. അപർണ പറഞ്ഞതുപോലെ തന്നെ വലിയ ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് BJPയുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച്. അതിൽ തന്നെ സവിശേഷമായി തിരുവനന്തപുരത്ത് ആരാകും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകളും അഭ്യൂഹങ്ങളും ഒക്കെയും നിറഞ്ഞു നിൽക്കുന്നു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ, അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ, ISRO ചെയർമാൻ സോമനാഥ് തുടങ്ങി ഒട്ടനവധി പേരുകൾ, നടി ശോഭന, അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് BJPയിൽ നിന്ന് തന്നെ കുമ്മനം രാജശേഖരൻ, VV രാജേഷ് തുടങ്ങി പല പേരുകൾ ഇതിനകം തന്നെ ഉയർന്നു വന്നു. നേരത്തെയൊക്കെയും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ശശി തരൂർ 3 തവണ വിജയിച്ച മണ്ഡലമാണ്. ശശി തരൂരിനെ പോലെ ഒരു നേതാവിനെ നേരിടുന്നതിന് അത്രയും ജനങ്ങൾക്ക് താല്പര്യമുള്ള, അത്രയും പ്രാഗൽഭ്യമുള്ള ഒരു നേതാവിനെ, ഒരു മുഖത്തെ തന്നെ അവതരിപ്പിക്കണം എന്ന ചിന്ത BJPയിലുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകം തന്നെ കേന്ദ്ര നേതൃത്വം 3 സർവേകളാണ് സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. വരാഹി എന്നൊരു ഏജൻസിയുണ്ട്. ഇതിനു പുറമെ RSSന്റെ സർവേ നടപടികളും അവരുടെ അവലോകനവുമുണ്ട്. ഇതിനു പുറമെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ, BJP സംസ്ഥാന ഘടകത്തിന്റെ പട്ടിക. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമായിരിക്കും ഉണ്ടാകുക. 29-ന് പാർലമെന്ററി ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഒരുപക്ഷെ പൂർണ്ണമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അന്നോ അല്ലെങ്കിൽ 1-ാം തീയതിയോ ആയിട്ടായിരിക്കും പുറത്തുവരിക. പക്ഷെ തിരുവനന്തപുരത്ത് ഇന്നും പോലും ആ സസ്പെൻസ് നിൽക്കുന്നുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരാൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായേക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ, അങ്ങനെ വലിയ ചർച്ചകൾ ഇതെല്ലാം ഉയർന്നു വരുന്നുണ്ട്. ആരാകും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എന്നതിൽ വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് PC ജോർജിന്റെ കടന്നുവരവ്. അദ്ദേഹം നേരത്തെ തന്നെ BJP അംഗത്വം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടി BJPയിലേക്ക് ലയിക്കുന്ന സാഹചര്യം, ക്രൈസ്തവ മേഖലയുമായി അടുക്കുന്ന BJPയുടെ തന്ത്രങ്ങൾ, അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ കേരളത്തിൽ തന്നെ പ്രത്യേകിച്ചും BJP നേതാക്കൾ ക്രിസ്മസിനൊക്കെയും ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു പ്രചരണത്തിലേക്ക് പോയിരുന്നു. നരേന്ദ്രമോദിയുടെ കടന്നുവരവ് അത് നമ്മൾ എടുത്തു പറയണം. എറണാകുളത്ത് അദ്ദേഹം നടത്തിയ റോഡ് ഷോ, പിന്നീട് തൃശൂരിൽ അദ്ദേഹം തുടർച്ചയായി എത്തിയ സാഹചര്യം, ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുന്നു. കേരളത്തിന് പ്രത്യേക ഊന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി കേരളത്തിൽ താമര വിരിയിക്കുക, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അസംബ്ലിയിലേക്ക് നിയമത്തിൽ നിന്നും O രാജഗോപാലിനെ അയക്കാൻ കഴിഞ്ഞു. അത് ആ ഒരു രീതിയിൽ തന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും വലിയ നേട്ടം കൊയ്യുക എന്ന പരമപ്രധാനമായ ലക്ഷ്യം, മോഡിയുടെ ഗ്യാരണ്ടി എന്ന ക്യാമ്പയിൻ അത് വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് BJPയുടെ യാത്ര, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ നയിച്ച NDAയുടെ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിച്ച യാത്രയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യമായി ഏറ്റവും ഒടുവിൽ മാറുന്നതും അതുതന്നെയാണ് മോഡിയുടെ ഗ്യാരണ്ടി, കേരളത്തിന്റെ വികസനം എന്ന ഒരു ക്യാമ്പയിൻ. മാത്രവുമല്ല, തമിഴ്നാട്, കേരളം തുടങ്ങി സംസ്ഥാനങ്ങളിൽ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പ്രധാനമന്ത്രി ഈ അടുത്തിടെ നടത്തുന്ന യാത്രകൾ, അതിന്റെ പ്രചരണങ്ങൾ അതെല്ലാം തന്നെ വലിയ തോതിൽ BJPക്കും NDAക്കും ഗുണകരമായി മാറും എന്ന ഒരു വിലയിരുത്തലാണുണ്ട്. പല സ്ഥലങ്ങളിലും ഇതിനകം തന്നെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ
ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ എം ഡി രമേശ് വടകര, ശോഭാ സുരേന്ദ്രൻ കാസർഗോഡ്, പി കെ കൃഷ്ണദാസ്, സി കൃഷ്ണകുമാർ പാലക്കാട്, വി മുരളീധരൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ ആറ്റിങ്ങൽ, അബ്ദുള്ളക്കുട്ടി മലപ്പുറം, അങ്ങനെ പല പേരുകൾ പല മണ്ഡലങ്ങളിലായി ഇതിനകം ഉയർന്നു വന്നു. പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം BJP ആണ് അല്ലെങ്കിൽ NDA ആണ് കേരളത്തിൽ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതെങ്കിൽ ഇത്തവണ LDFും UDFും ഒരു പടി കൂടി മുന്നോട്ട് പോയി അവരുടെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. പക്ഷേ നേതാക്കൾ ചോദിക്കുന്നത്, BJP നേതാക്കൾ ചോദിക്കുന്നത്, തങ്ങളുടെ പ്രഖ്യാപനം നേരത്തെ ഉണ്ടായ തിരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ, അതുകൊണ്ട് കൃത്യമായി ജനപ്രിയരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യമാണ്. അത് വൈകാതെ തന്നെ അവതരിപ്പിക്കും. BDJS ഘടകകക്ഷിയായുണ്ട്, 4 സീറ്റുകൾ അവർക്ക് നൽകി കഴിഞ്ഞു. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി, അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് കരുതുന്നു. PC ജോർജ് പത്തനംതിട്ടയിൽ എത്തുമെന്നാണ് കരുതുന്നത്. ഒരുപക്ഷെ ഷോൺ ജോർജ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ശ്രീധരൻ പിള്ളയുടെ പേര് കൊല്ലത്ത് ഉയർന്നു കേൾക്കുന്നു. കുമ്മനത്തിന്റെ പേരും പത്തനംതിട്ടയിലും കൊല്ലത്തുമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അധികം സസ്പെൻസ് നിലനിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇവിടെ ആരാകും സ്ഥാനാർത്ഥി എന്നതിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. അത്